സമയമായിരിക്കുന്നു. മഹാരാഷ്ട്രയിലുള്ള ഫലപ്രഖ്യാപനം, അഭിപ്രായ സർവേയുടെ ഫലപ്രഖ്യാപനം വരുമ്പോൾ 48 സീറ്റുകളിൽ 41 സീറ്റുകളിലും കഴിഞ്ഞ തവണ നേടിയ അതേ സീറ്റുകൾ 41 സീറ്റുകളും NDA നേടുമെന്ന് വന്നിരിക്കുന്നു. ഇന്ത്യ മുന്നണി 7 സീറ്റുകളിലേക്ക് ഒതുക്കപ്പെടുന്നു. അതായത് ഉദ്ധവ് താക്കറെയും കോൺഗ്രസും NCPയും അജിത് പവാറും ചേർന്ന ആ മുന്നണിക്ക് ലഭിക്കുന്നത് വെറും 7 സീറ്റുകൾ മാത്രം. 41 അവിടെ NDAയുടെ ആധിപത്യമാണ് മഹാരാഷ്ട്ര വിധിയെഴുതുന്നത്. ദേശീയതലത്തിൽ ഹിന്ദി ഹൃദയഭൂമിയിലുണ്ടായ അതേ ചിത്രം തന്നെ മഹാരാഷ്ട്രയിലും ആവർത്തിക്കുന്നു എന്നതാണ് ചിത്രം അവിടെ ഉണ്ടാവുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ആ ഫൈനൽ ഫിഗറിലേക്ക് എത്തുമ്പോൾ ഇതാ 400ലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആ ഫൈനൽ ചിത്രം, ആ ഫൈനൽ ഫിഗറിലേക്ക് കൂടി നമ്മൾ കടക്കണം. 540 25 സീറ്റുകളിലെ പ്രൊജക്ഷൻ കൂടി നോക്കുകയാണെങ്കിൽ നമുക്കതിൽ NDA 17 സീറ്റുകൾ, ഇന്ത്യ മുന്നണി 8 സീറ്റുകൾ കൂടിയാണ്. മറ്റ് നമ്മൾ കണക്ക് കൂട്ടിയിൽ നിന്ന് 25 സീറ്റുകൾ കൂടി ബാക്കി ഉണ്ടായിരുന്നു. അതിലേക്ക് കൂടി അഭിപ്രായ സർവേ. പ്രേക്ഷകർക്ക് വ്യക്തമാക്കാൻ ഒരു കാര്യം കൂടി, 518 സീറ്റുകളിലാണ് ഞങ്ങൾ നേരിട്ട് സർവേ നടത്തുന്നത്. അവശേഷിക്കുന്ന 25 സീറ്റുകളുടെ പ്രൊജക്ഷൻ സാധ്യത വിലയിരുത്തുമ്പോൾ അവിടെ 17 NDAയും 8 ഇന്ത്യ മുന്നണിയും ജയിക്കുമെന്നതാണ് ഞങ്ങളുടെ സർവേ ഫലം സൂചന നൽകുന്നത്. ആ കണക്ക് കൂടി ചേർത്തെടുക്കുമ്പോൾ ചിത്രം എങ്ങനെയാവുന്നു? NDA 411 സീറ്റുകൾ ഭൂരിപക്ഷത്തിലേക്ക് NDA സർക്കാർ കടന്നു വരും. നരേന്ദ്രമോദി അവകാശപ്പെട്ടതിനപ്പുറത്തേക്ക് കൂടി കടക്കും NDAയുടെ കണക്കുകൾ. ഇന്ത്യ മുന്നണി 105 സീറ്റുകളിലേക്കും മറ്റുള്ളവർ 27 സീറ്റുകളിലേക്കും ഒതുക്കപ്പെടാമെന്നതാണ് ദേശീയ തലത്തിലുള്ള ചിത്രം. മനു, നമുക്ക് ദേശീയ തലത്തിലുള്ള ഫിഗർ പരിശോധിക്കുന്നതിന് മുമ്പ് മഹാരാഷ്ട്ര ഇങ്ങനെ ചിന്തിച്ചാൽ, കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഉള്ള ഒരു ചിത്രം പുറത്തു വരുമ്പോൾ എന്താണ് മഹാരാഷ്ട്രയിൽ സംഭവിച്ചത്? മഹാരാഷ്ട്രയിൽ സ്വാഭാവികമായും നമുക്ക് അറിയാം, അവിടെ ഈ ശിവസേനയും NCPയും പിളർക്കാൻ BJPക്ക് കഴിഞ്ഞു. അവർ രണ്ടിടത്ത് പിളർന്നപ്പോഴും കൂടുതൽ ആളുകൾ BJP നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ NDA വിഭാഗത്തിലുള്ള NCPക്കും ശിവസേനയ്ക്കുമാണ് കൂടുതൽ MLA-മാരെ ഒപ്പം നിർത്താൻ കഴിഞ്ഞത്. MLA-മാർ എന്ന നിലയിൽ തന്നെ BJPക്ക് അവിടെ ഇപ്പോൾ 103 സീറ്റുകളിൽ അവർക്ക് പ്രാതിനിധ്യം ഉണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ NCPയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വലിയ വിഭാഗം, അജിത് പവാർ വിഭാഗം, ഒപ്പം ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേന, ഇതെല്ലാം BJPയെ കൂടുതൽ കരുത്തുറ്റതാക്കുന്നു. ഒരുപക്ഷെ ശിവസേനയിൽ നിന്ന് ഒരു വിഭാഗം അടർന്നുപോയി, അല്ലെങ്കിൽ ഒരു ഉദ്ധവ് താക്കറെ വിഭാഗം പോയത് BJPക്ക് ക്ഷീണമാകുമ്പോൾ NCPയിൽ നിന്നൊരു വിഭാഗം വന്നത് നേട്ടമാകുന്നു. തെരഞ്ഞെടുപ്പിന് മുന്നേ കോൺഗ്രസ് വിട്ട് ആളുകൾ BJPയിലേക്ക് വരുന്നത് ഒരു ആവേശമാകുന്നു. എന്തുകൊണ്ടും അവിടെ ഈ മഹാവികാസ് അഘാഡിയിലേക്ക് ഗഡ്കരിയൊക്കെ ആദ്യഘട്ടത്തിൽ സ്വാഗതം ചെയ്തെങ്കിലും അത്തരം പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അവസാനിക്കുന്നു. BJPയും NDAയും ഒക്കെ നേതൃത്വം നൽകുന്ന മഹായുക്തി സഖ്യം ആണ് അവിടെ വിജയിക്കുന്നത് എന്നാണ് പോൾ ഫലങ്ങൾ വരുന്നത്. കഴിഞ്ഞ ദിവസം ഏക്നാഥ് ഷിൻഡെയും ദേവേന്ദ്ര ഫഡ്നാവിസും അജിത് പവാറും പ്രഫുൽ പട്ടേലും JP നദ്ദയും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തിയതിനു ശേഷം അവിടെ സീറ്റുകളുടെ പ്രഖ്യാപനം നടന്നുകൊണ്ടിരിക്കുന്നു. അലോക MP സഞ്ജയ് ധോത്രയെ മാറ്റി മകൻ അനൂപ് ധോത്ര അവിടെ മത്സരിക്കുന്നു. പൂനെയിൽ മുരളീധർ മോഹലിൻ്റെ പേര് കൂടി പുറത്തു വരുന്നു. അങ്ങനെ മഹാരാഷ്ട്രയിൽ വലിയ ഒരു ശക്തിയായി പ്രധാന കേന്ദ്രമന്ത്രിമാരെ മത്സരിപ്പിച്ചുകൊണ്ട് BJP അവരുടെ ആധിപത്യം തെളിയിക്കാനുള്ളൊരു ശ്രമം നടത്തുന്നു എന്നതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന ചിത്രം. മഹാരാഷ്ട്ര ഏത് തരത്തിൽ പ്രതികരിക്കും എന്നുള്ളതാണ് ഇനി ഉറ്റുനോക്കേണ്ടത്. ദേശീയ തലത്തിലുള്ള ചിത്രത്തിലേക്ക് സജിത്ത് ഇനി അതിൽ കടക്കേണ്ട സമയമായിരിക്കുന്നു. 411 എന്ന് പറയുന്ന ആ സംഖ്യയിലേക്ക് NDA എത്തും എന്നുള്ള വലിയ ഒരു പ്രവചനം കൂടിയാണ് ഈ അഭിപ്രായ സർവേ നടത്തിയിരിക്കുന്നത്. നമുക്ക് ആ സർവേയുടെ വഴികളിലേക്ക് 21 സംസ്ഥാനങ്ങളിലാണ് ന്യൂസ് 18 വിശദമായി സർവേയുമായി കടന്നു ചെന്നത്. അതായത് ന്യൂസ് 18 സംഘവും നിയോഗിക്കപ്പെട്ട ഫീൽഡ് വർക്ക് ഏജൻസിയും നേരിട്ടെത്തി സർവേ നടത്തിയത് രാജ്യത്തെ 95% ലോക്സഭാ മണ്ഡലങ്ങളിലാണ്. ഓരോ ലോക്സഭാ മണ്ഡലത്തിലും ശരാശരി 210 പേരുമായി മുഖാമുഖം നടത്തി കൃത്യമായ ചോദ്യാവലിയാണ് നൽകിയത്. ചിലയിടങ്ങളിൽ സംസ്ഥാന അധിഷ്ഠിത ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ കേരളത്തിന്റെ ചോദ്യങ്ങൾ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തതാണ്. റാൻഡം സാമ്പിളിങ്ങിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ചോദ്യാവലികളിൽ പ്രതികരിച്ചത്. 10 ഫീൽഡ് വർക്ക് ഏജൻസികൾ ഈ വിവര സമാഹരണത്തിന്റെ ഭാഗമായി ജിയോ ടാഗ് സംവിധാനത്തിലൂടെയാണ് സർവേ നടത്തിയത്. ഫെബ്രുവരി 12 മുതൽ മാർച്ച് 1 വരെയായിരുന്നു ഈ സർവേ നടന്നിരുന്നത് എന്നതാണ് ഈ സർവേയുടെ കഴിഞ്ഞ കാല വഴികൾ. അതാണ് ഞങ്ങൾ നടത്തിയത്. ശ്രദ്ധിക്കുക, ഇത് വെറും സാമ്പിളിംഗ് രീതിയല്ല. ഓരോ സാമ്പിളും ശേഖരിച്ച്
തിരിച്ച് ടെലിഫോണിക് കോൺവെർസേഷൻ വഴി അത് ഉറപ്പുവരുത്തുക എന്ന മെത്തേഡാണ് ഞങ്ങൾ ഈ സർവേ മെത്തേഡിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നതാണ് സാഹചര്യം. 95% ലോക്സഭാ മണ്ഡലങ്ങളിലും നേരിട്ടെത്തി പരിശോധന നടത്തി. അങ്ങനെയാണ് ഈ സർവേ പൂർത്തിയാക്കുന്നത്. അവശേഷിക്കുന്ന 411 എന്നുള്ള ആ സംഖ്യയിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി കേരളത്തിലേക്ക് കൂടെ ഒന്ന് കടന്നു പോകണമെന്ന് തോന്നുന്നു. 2 സീറ്റ് NDAക്ക് കേരളത്തിൽ ഉണ്ടാകും. അക്കൗണ്ട് തുറക്കുക മാത്രമല്ല അത് 2 സീറ്റായിരിക്കുമെന്ന തരത്തിലുള്ള ഒരു പ്രവചനം കൂടി അഭിപ്രായ സർവേയുടെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു. അത് തന്നെ വലിയ തരത്തിൽ ഒരു പക്ഷേ പ്രതീക്ഷകളെ മാറ്റിമറിക്കുന്ന തരത്തിൽ, ഇടത് വലതു മുന്നണികളുടെ പ്രതീക്ഷകളെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഒരു സർവേ കൂടിയാണ്. നമ്മൾ ഈ സർവേ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എത്താവുന്ന വിലയിരുത്തലുകൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ഒന്ന്, കഴിഞ്ഞ 2019 ചിന്തിച്ചതുപോലെ തന്നെയാണ്, അല്ലെങ്കിൽ അതിലും ശക്തമായിട്ട് തന്നെയാണ് ദേശീയ തലത്തിൽ ഉണ്ടായിരിക്കുന്ന BJP അനുകൂല തരംഗം. ഒരു തരംഗ സ്വഭാവത്തിൽ തന്നെ അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിൽ പ്രധാന ഫാക്ടർ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായി ഫാക്ടറാണ്. അദ്ദേഹം തന്നെയാണ് അവിടെ വർക്കൗട്ട് ആയിരിക്കുന്നത്. BJPക്ക് വോട്ട് ശതമാനവും സീറ്റുകളുടെ എണ്ണവും വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന ഘടകമായിരിക്കുന്നത് നരേന്ദ്രമോദി ഫാക്ടർ തന്നെയാണ് എന്ന വിലയിരുത്തൽ ഈ സർവേയുടെ അടിസ്ഥാനത്തിൽ എത്താം. ഒപ്പം ഹിന്ദി ഹൃദയഭൂമിയിൽ നിരന്ന് നേടുന്ന ഇന്ത്യയുടെ സ്വാധീനം, അത് എനിക്ക് തോന്നുന്നു അത് അയോധ്യ എന്ന് പറയുന്ന ആ ഒരു കൃത്യം ഹൈലൈറ്റ് തന്നെയാണ്. അവിടെയാണ് അപർണ, എന്തുകൊണ്ട് ഹിന്ദി ഹൃദയഭൂമികൾ ഇനി സ്വാധീനം കൂടുതൽ ഉണ്ടാവേണ്ടതില്ല, കാരണം അതിന്റെ മാക്സിമം എത്തിക്കഴിഞ്ഞു, പാരമ്യത്തിൽ എത്തിക്കഴിഞ്ഞു. പിന്നെ എങ്ങനെയാണ് ഈ വലിയ സംഖ്യയിലേക്ക് നമ്പർ എത്തിയത് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് നമ്മൾ മുമ്പ് പരിശോധിച്ചു വന്ന ആന്ധ്രാപ്രദേശ്. അവിടെ അപ്രതീക്ഷിതമായി കടന്നു വന്ന സീറ്റുകൾ തെക്കൻ ഇന്ത്യയുടെ ചില സംസ്ഥാനങ്ങളിൽ, കേരളം അടക്കമുള്ള ഇടങ്ങളിൽ, തമിഴ്നാട് അടക്കമുള്ള ഇടങ്ങളിൽ, കേരളവും തമിഴ്നാടും ചേർക്കുമ്പോൾ 7 എന്ന നമ്പർ ലഭിക്കുന്നുണ്ട് BJPക്ക്. അപ്പോൾ 18 എന്ന സംഖ്യ ലഭിക്കുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നാണ്. ഇപ്പോഴും ചോദിക്കുന്നത് പ്രാദേശിക പാർട്ടികൾക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങൾ, അത് ആന്ധ്രാപ്രദേശ് ആണെങ്കിൽ, ബംഗാളിലേക്ക് എടുക്കുകയാണെങ്കിൽ, അതനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ ആ ഒരു പക്ഷേ കഴിഞ്ഞ ആ തവണത്തെ ഒരു പെർഫോമൻസ് കാത്തു സൂക്ഷിക്കാൻ പ്രാദേശിക പാർട്ടികൾക്ക് ഇത്തവണ NDAയുടെ ആധിപത്യത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നുകൂടി വിലയിരുത്തേണ്ടതായിട്ട് വരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ അത്തരം ഒരു സാഹചര്യം, അവർ ആ നിരീക്ഷണം കറക്റ്റാണ്, അങ്ങനെ കൂടി സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കരുതേണ്ടി വരും. ഒരു കാര്യം വ്യക്തമാണ്, നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞ കണക്കുകൾ ഈ ടൈം പീരീഡിൽ ആളുകളുടെ അഭിപ്രായമാണ് നമ്മൾ സമാഹരിച്ച് പ്രേക്ഷകരിലേക്ക് ഇതൊരു സർവേ ആയി നമ്മൾ എത്തിക്കുന്നത്. അതിനുശേഷം രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടാവാം, മാറിമറിയുന്ന ഘടകങ്ങളുണ്ട്. ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇതുവരെയും സംഭവിച്ചിട്ടില്ല. ആ പ്രഖ്യാപനത്തിന് മുമ്പോ അതിനുശേഷമോ നടക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളുണ്ട്, അതിൻ്റെ സ്വാധീന ശക്തികളുണ്ട്, അങ്ങനെ പല ഘടകങ്ങളുമുണ്ട്. ഏറ്റവും ഒടുവിൽ പൗരത്വ ഭേദഗതി നിയമം പോലും സംഭവിച്ചത് ഈ സർവേക്ക് ശേഷമാണ്. അത് ഏത് തരത്തിലാണ്? ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായ സംസ്ഥാനങ്ങളുണ്ട്. അസം അതിന്റെ ഉദാഹരണമാണ്. ജാർഖണ്ഡിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം അത് പ്രതിഫലിച്ചതാണ്. അങ്ങനെ കൃത്യമായി സംസ്ഥാനങ്ങളുണ്ട്. കേരളത്തിന്റെ ചിത്രം തന്നെ നോക്കുമ്പോൾ കേരളത്തിൽ 2 പ്രവചിക്കപ്പെട്ടതിന് ശേഷമാണ് പൗരത്വ ഭേദഗതി നിയമം എന്നത് ഒരു വലിയ പ്രശ്നമായി ഇവിടെ മാറുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ 2 എന്ന സംഖ്യ അതേപടി തന്നെ ഉണ്ടാകുമോ എന്നത് ഇനിയുള്ള സർവേകളിലോ അല്ലെ തെരഞ്ഞെടുപ്പ് ഫലം UDFന്റെ ആധിപത്യം പറയുമ്പോൾ പോലും UDFിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പൂർണ്ണമാകാതിരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ആ സമയത്ത്. അതിനുശേഷമാണ് അത്തരം രാഷ്ട്രീയ നീക്കങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുമെന്ന ഉറപ്പ് വരുന്നത് അതിനുശേഷമാണ്. അത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അതുകൊണ്ട് കേരളം അടക്കമുള്ള ചിത്രങ്ങൾ വരാം. ഈ സർവേ ഫലത്തിന്റെ കൃത്യത സംബന്ധിച്ചുള്ള ഒരു ഏകദേശ രൂപമാണ്, അതിന്റെ സാധ്യതകളാണ് ഞങ്ങൾ പങ്കുവെക്കുന്നത്. കേരളത്തിന്റെ ഇന്ത്യയുടെ മഹാഭൂരിപക്ഷവും ജനങ്ങൾ ചിന്തിച്ച അവരുടെ ചിന്താ രീതികൾ, അഭിപ്രായ രൂപീകരണം നടത്തിയത് എങ്ങനെയാണ്, നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് എന്ന ചോദ്യമല്ല ഞങ്ങൾ ഉന്നയിച്ചത്. ജനങ്ങളുടെ ജീവിത രീതിയെ സ്വാധീനിക്കുന്ന നിരവധി ഘടകങ്ങൾ, അതിന്റെ സാധ്യതകൾ പരിശോധിക്കുകയായിരുന്നു. ആ ചോദ്യങ്ങളിലേക്ക് കടന്നു വരുമ്പോഴാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നേതാവ്, നിങ്ങളുടെ സംസ്ഥാന മുഖ്യമന്ത്രിമാർ, സംസ്ഥാന സർക്കാരുകൾ, അവരുടെ വിലയിരുത്തലുകൾ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കടന്നു വന്നത്. സർക്കാരുകളുടെ വിലയിരുത്തൽ അതിനകത്ത് പ്രത്യേകം ഉണ്ടായിരുന്നു എന്ന് പറയാതെ വയ്യ. അത് ഏത് രാഷ്ട്രീയ സാഹചര്യം മാറുമ്പോഴും ആ ഒരു ഘടകം കൃത്യമായി ഈ സർവേയിൽ അങ്ങനെ തന്നെ നിലനിൽക്കും. അത് കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനമായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനമായാലും അതേത് തരത്തിൽ ജനങ്ങളുടെ ജീവിതത്തെ സ്വാധീനിച്ചു, ഏത് തരത്തിൽ കൂടുതൽ മെച്ചപ്പെടും എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ഈ സർവേയിൽ ഉണ്ടായിരുന്നു. അതായത് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി ഒരു പ്രധാനപ്പെട്ട നേതാവല്ല എന്ന് ഈ സർവേ വിലയിരുത്തിയപ്പോൾ, അല്ലെങ്കിൽ നരേന്ദ്രമോദിയാണ് ഏറ്റവും ശക്തിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവെന്ന് വിലയിരുത്തിയ ഈ സർവേ
കേരളത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു ചിത്രമാണ് പങ്കുവച്ചത്. ഇവിടെ നരേന്ദ്രമോദിക്ക് വോട്ടില്ല, ഇവിടെ നരേന്ദ്രമോദിക്കേക്കാൾ പ്രിയം രാഹുൽ ഗാന്ധിയോടാണ് എന്നതാണ് ഈ ചിത്രത്തിൽ നമുക്ക് പൊതുവിൽ ഈ സർവേയിലൂടെ മുന്നോട്ട് വന്ന കാര്യം. സ്വാഭാവികമായും ആ അഭിപ്രായം പറഞ്ഞ ജനങ്ങൾക്കിടയിലേക്ക് രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കാനും ഇറങ്ങുന്നു പിന്നീട് എന്ന ചിത്രം കൂടി. അതേസമയം കേരളത്തിൽ ഏത് തരത്തിലാണ് മുഖ്യമന്ത്രിയോടും അതോടൊപ്പം സംസ്ഥാന സർക്കാരിന്റെ പാടവത്തോടുമുള്ള പ്രതികരണം ചോദിച്ചപ്പോൾ 50% മുകളിൽ കൂടുതൽ മാർക്ക് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും നൽകുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ കൂടിയാണ് കേരളത്തിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. പിണറായി വിജയനും സർക്കാരിനും ആശിക്കാൻ വകയുണ്ട് എന്നതാണ് നമ്മുടെ സർവേ ഫലത്തിന്റെ സൂചന. പലതരത്തിലാണ്. ഒന്ന്, സംസ്ഥാന സർക്കാർ മികച്ച മാർക്കിടുന്നുണ്ട്, പിണറായി വിജയന് ഭേദപ്പെട്ട മാർക്കിടുന്നുണ്ട്. ഇതിനുമപ്പുറം കഴിഞ്ഞ തവണ 1 സീറ്റായിരുന്നത് ഇത്തവണ 4 സീറ്റായി വർദ്ധിക്കുമെന്ന ഒരു വിലയിരുത്തലും ഈ സർവേ വരുന്നുണ്ട്. ആ തരത്തിൽ ഇടതുപക്ഷത്തിന് ആശ്വസിക്കാൻ വക നൽകുന്ന ഒരു സർവേ ഫലമാണ്. മറ്റൊന്നുകൂടിയുള്ളത്, UDF-നും വലിയ നഷ്ടമുണ്ടാകുമെന്ന സൂചനയൊന്നുമില്ല. മാത്രമല്ല, ഈ സർവേ ഫലം, ഈ സർവേ സാമ്പിളുകൾ ശേഖരിച്ചതിന് ശേഷമാണ് UDF-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും രാഹുൽ ഗാന്ധിയുടെ മത്സര പ്രഖ്യാപനവും ഒക്കെ പിന്നീട് സംഭവിച്ചത്.